റോഹൻ കാട്ടിലേക്ക് പോവുകയായിരുന്നു. വഴിയരികിൽ ചാക്കിൽ എന്തോ അനങ്ങുന്നത് പോലെ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യം അവന് വല്ലാത്ത ഭയം തോന്നി. എങ്കിലും ധൈര്യം സംഭരിച്ച് അവനത് തുറന്നു. ആ ചാക്കിൽ മായ എന്ന പെൺകുട്ടിയുണ്ടായിരുന്നു. അവളുടെ കൈയും കാലും കെട്ടിയിരുന്നു. മുഖത്ത് ടേപ്പൊട്ടിച്ചിരുന്നു. അത് കണ്ട് രോഹൻ പരിഭ്രമിച്ചു. അവളുടെ കൈകളിലെ കെട്ടുകൾ അഴിച്ചു. മായ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: താങ്കൾക്ക് വളരെ നന്ദി. ഞാൻ എവിടെയാണെന്ന് ഒന്ന് പറയാമോ? തീർച്ചയായും. നിങ്ങളൊരു കാട്ടിലാണ്. നിങ്ങൾ ആരാണ്? നിങ്ങളോട് ആരാണിങ്ങനെ ചെയ്തത്? എന്റെ അമ്മയും സഹോദരിയും രണ്ടുപേരും കൂടി എന്നെ ചാക്കിൽ കെട്ടി. പിന്നെ എന്തു സംഭവിച്ചെന്നറിയില്ല. ദൂരത്തെവിടെയോ എന്നെ കളഞ്ഞു. താങ്കൾ തക്ക സമയത്ത് എന്നെ രക്ഷിച്ചു. ശരി, ഇവിടുന്ന് പോവാം. അധികനേരം കാട്ടിൽ നിൽക്കുന്നത് ആപത്താണ്. അതിനിടയിൽ പുലിയുടെ ശബ്ദം കേട്ടു. പേടികൊണ്ട് രണ്ടുപേരും കാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. രോഹൻ മായയെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആദ്യം മുതൽ സംഭവിച്ച കഥകൾ എല്ലാം മായ പറഞ്ഞു തുടങ്ങി. മച്ചിലിപ്പൂർ എന്നതാണ് ഞങ്ങളുടെ ഗ്രാമം. അച്ഛന്റെ പേര് ശങ്കർ, അമ്മയുടെ പേര് കാന്ത. അമ്മ മരിച്ചപ്പോൾ ലളിത എന്നു പേരുള്ള ഒരു സ്ത്രീയെ അച്ഛൻ വിവാഹം കഴിച്ചു. അവർ ഒരിക്കലും എന്നെ സ്നേഹിച്ചില്ല. ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം അവർക്കൊരു പെൺകുട്ടി പിറന്നു. അവളുടെ പേര് രോഹിണി. രോഹിണിയെ എന്റെ അടുത്തേക്ക് വരാൻ ഒരിക്കലും അവരനുവദിച്ചില്ല. ഞാൻ കുറേയധികം വിഷമിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഞങ്ങൾ വലുതായി. രണ്ടുപേർക്കും കല്യാണപ്രായമായി. രോഹിണി ഒരിക്കൽ പോലും എന്നെ ചേച്ചിയെന്ന് വിളിക്കാറില്ല. അവളെ ചെറുപ്പം മുതൽ അങ്ങനെ വളർത്തി. രണ്ടുപേരും ചേർന്ന് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഞങ്ങളുടെ ഗ്രാമത്തിലെ അങ്കിത് എന്ന ആളുമായി ഞാൻ സ്നേഹത്തിലായി. ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നു. എന്നാൽ എന്റെ സഹോദരിയും അങ്കിതിനെ സ്നേഹിച്ചിരുന്നു. അവളത് അയാളോട് പറഞ്ഞു. നോക്ക് ലളിത, ഞാനും നിന്റെ ചേച്ചി മായയും പരസ്പരം ഇഷ്ടപ്പെടുന്നു. ചിലപ്പോൾ അത് നിനക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ മനസ്സിലാക്കിക്കോ. താങ്കളെ എനിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷെ അങ്കിത് അത് ചെവിക്കൊണ്ടില്ല. അവൾ വളരെ ദേഷ്യത്തോടെ വീട്ടിൽ വന്ന് കതകടച്ചു. ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഞാനും രണ്ടാനമ്മയും കതകിൽ മുട്ടി. മോളെ രോഹിണി, അങ്ങനെ ചെയ്യല്ലേ. എന്ത് പ്രശ്നമുണ്ടായി? അങ്ങനെ ചെയ്യല്ലേ മോളെ, പ്ലീസ്. അങ്ങനെ ചെയ്യല്ലേ. അമ്മ അവളോട് എന്തുണ്ടായി എന്ന് ചോദിച്ചു. എന്തുണ്ടാവാൻ? ഞാൻ സ്നേഹിക്കുന്ന ആളെ ഈ നാശം പിടിച്ചവൾ സ്നേഹിക്കുന്നു. അയാളും ഇവളെ സ്നേഹിക്കുന്നു. അങ്കിതില്ലെങ്കിൽ എന്തിനു ജീവിക്കണം? അതുകൊണ്ട് മരിക്കാൻ പോകുന്നു എന്നവൾ പറഞ്ഞു. ഞാനെല്ലാം കേട്ടുകൊണ്ടിരുന്നു. എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനും പറഞ്ഞു, രോഹിണി അങ്ങനെ ചെയ്യല്ലേ. ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞ് എന്നെ അടിക്കാൻ തുടങ്ങി. എന്നെ അടിക്കല്ലേ അമ്മേ. അപ്പോൾ രണ്ടാനമ്മ ഇങ്ങനെ പറഞ്ഞു. രോഹിണി, നീ പുറത്തേക്ക് വാ. ഇവളെ കൊന്നിട്ടായാലും ശരി, ഇവളെ ചോദിച്ച് ആരും വരില്ല. അങ്കിതിനെ തന്നെ നിനക്ക് കല്യാണം കഴിക്കാം. ഇത് കേട്ട് ലളിത പുറത്തു വന്നു. രണ്ടുപേരും കൂടി എന്നെ കൊല്ലാൻ വേണ്ടി വളരെ ശക്തിയായി അടിക്കാൻ തുടങ്ങി. അമ്മേ, അങ്ങനെ ചെയ്യല്ലേ, എന്നെ അടിക്കല്ലേ എന്ന് ഞാൻ കുറേ പറഞ്ഞു. കാല് പിടിച്ചു കരഞ്ഞു. അമ്മേ, ഇവളെ കൊന്നാൽ പോലീസ് കേസായി വലിയ വിഷയമാകും. അത് വേണ്ട. ഇവളെ ചാക്കിൽ കെട്ടി ദൂരെ കൊണ്ടുപോയി കളയാം. എന്നിട്ട് നിങ്ങളെ വഞ്ചിച്ച് അവൾ വേറെ ആരുടെയെങ്കിലും കൂടെ പോയെന്ന് നുണ പറയാം. അങ്ങനെ അങ്കിത് എന്റെ ആകും. രോഹിണി അങ്ങനെ പറഞ്ഞു. അത് കേട്ട് ഞാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അവർ എന്നെ പിടിച്ച് കൈകാലുകൾ കെട്ടി വായയും പ്ലാസ്റ്റർ കൊണ്ട് മൂടി ചാക്കിൽ കെട്ടി. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. എന്നെ കുറേ ദൂരം കൊണ്ടുപോയി. ഇത്രമാത്രം അറിയാം. അങ്ങനെ മായ എല്ലാ കഥകളും അയാളോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് അയാൾക്ക് വലിയ വിഷമം തോന്നി. ശരി, നിനക്ക് വിശക്കുന്നില്ലേ? നീ ആദ്യം ഭക്ഷണം കഴിക്കേ. അതിനുശേഷം എന്തു ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് റോഹൻ അവൾക്ക് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിച്ച് അവൾ കുറച്ച് വിശ്രമിച്ചു. 2-3 ദിവസങ്ങൾ കടന്നുപോയി. ദയവ് ചെയ്ത് എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടൂ. അവിടെ എന്ത് നടക്കുന്നു എന്ന് എനിക്കറിയില്ല. എന്നെയും അങ്കിതിനെയും പിരിക്കാൻ നോക്കുകയാണവർ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അങ്കിതിന് നിന്നെ ശരിക്കും ഇഷ്ടമാണെങ്കിൽ അവൻ മറ്റാരുടെയും വാക്ക് കേൾക്കില്ല. നീ പറയുന്നതൊക്കെ അവന് മനസ്സിലാവും. അവൻ എപ്പോഴും നിന്നെയായിരിക്കും സ്നേഹിക്കുന്നത്.
പെട്ടെന്ന് പുറപ്പെടാം. പക്ഷേ നമുക്ക് നടന്നു പോകേണ്ടി വരും. ഇവിടെ നിന്ന് ബസ്സോ ട്രെയിനോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. വല്ലപ്പോഴുമാണ് ഒരു ട്രക്ക് ലോഡും കൊണ്ടിവിടെ വരുന്നത്. ചിലപ്പോൾ ആ ട്രക്കിലായിരിക്കും നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. റോഹൻ അങ്ങനെ പറഞ്ഞു. അത് കേട്ട് അവൾ ഒരുപാട് വിഷമിച്ചു. കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവർ ഗ്രാമത്തിലേക്ക് യാത്ര തുടങ്ങി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഒരാഴ്ച കൊണ്ട് അവർ അവിടെ എത്തി. അവർ അവിടെ എത്തിയ ദിവസം അങ്കിതിന്റെയും ലളിതയുടെയും വിവാഹമായിരുന്നു. ഇത് കണ്ട് വളരെ ദേഷ്യത്തോടെ മായ ഇങ്ങനെ പറഞ്ഞു, നിർത്ത്, ഈ വിവാഹം നടക്കില്ല. ഇത് കേട്ട് എല്ലാവരും ആശ്ചര്യത്തോടെ അവരെ നോക്കി. ഓ, നീ ആരുടെ കൂടെയാണോ ഓടിപ്പോയത് അവൻ്റെ കൂടെ തന്നെ തിരിച്ചു വന്നല്ലേ? എൻ്റെ കൂടെ നടന്ന് എന്നെ പറ്റിച്ചു. എന്നിട്ട് നീ ഇവൻ്റെ പിന്നാലെ പോയി. ഇപ്പം ഇവനെയും ഉപേക്ഷിക്കാൻ പോവാണോ? എന്നെ ഓർമ്മ വന്നോ? ഇങ്ങനെ അങ്കിത് അവളെ കുറ്റപ്പെടുത്തി ഒരുപാട് സംസാരിച്ചു. ഇത് കേട്ട് മായയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ഛീ, നിങ്ങൾ ശരിക്കും എന്നെ സ്നേഹിച്ചിരുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. സ്നേഹിച്ചിരുന്നുവെങ്കിൽ എന്റെ രണ്ടാനമ്മയുടെയും സഹോദരിയുടെയും വാക്ക് കേൾക്കില്ലായിരുന്നു. അവരെക്കുറിച്ച് ഞാൻ പണ്ടേ പറഞ്ഞതായിരുന്നു. അവൾ നടന്ന സംഭവങ്ങളെല്ലാം അവനോട് പറഞ്ഞു. അതെല്ലാം കേട്ട് അയാൾക്ക് വളരെ ആശ്ചര്യമായി. അയാൾ അവളോട് മാപ്പപേക്ഷിച്ചു. നിങ്ങൾക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ എന്റെ രണ്ടാനമ്മയുടെയും സഹോദരിയുടെയും വാക്ക് കേട്ട് അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാകില്ലായിരുന്നു. എനിക്ക് എന്ത് പറ്റിയെന്നറിയാൻ നിങ്ങൾ ശ്രമിക്കുമായിരുന്നു. എനിക്കിനി നിങ്ങളെ വേണ്ട. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ റോഹനെക്കുറിച്ച്. ഇത്രയും ദിവസങ്ങൾ കൊണ്ട് തന്നെ റോഹൻ എന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി, എന്റെ വിശപ്പ് മനസ്സിലാക്കി. ഇതിൽ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരാൾ ആരുമില്ല. അവൻ എന്തു ചെയ്യുന്നു എന്നത് എനിക്കൊരു വിഷയമല്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ അവനെ വിവാഹം കഴിക്കാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് മായ താലിയെടുത്ത് റോഹന് നേരെ നീട്ടി. ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്കെന്നെ ഇഷ്ടമാണെങ്കിൽ വിവാഹം കഴിക്കൂ. താങ്കൾ ആരാണെന്ന് ഞാൻ നോക്കുന്നില്ല. എങ്കിലും താങ്കളുടെ മനസ്സെനിക്ക് വളരെ ഇഷ്ടമായി, മായ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ട് റോഹൻ ഒട്ടും വൈകാതെ മായയുടെ കഴുത്തിൽ മാല ചാർത്തി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആശ്ചര്യത്തോടെ അവരെ നോക്കി. ഇതെല്ലാം കഴിഞ്ഞ് ഒരു കാർ അവിടെ വന്നു നിന്നു. അതേ രോഹൻ സാർ, സാറിൻ്റെ ട്രിപ്പ് കഴിഞ്ഞെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചില്ലേ? ദേ ഞാൻ എത്തി, പോവാം. അതിനയാൾ ശരി പോകാമെന്ന് മറുപടി പറഞ്ഞു. അവിടെ എന്ത് നടക്കുന്നു എന്ന് ആർക്കും മനസ്സിലായില്ല. അതിനുശേഷം എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. റോഹൻ വളരെ ധനികനായിരുന്നു. കോടികൾ വിലമതിക്കുന്ന മാളികയുണ്ട്. കുറെ കമ്പനികളുടെ ഓണറായിരുന്നു. അവന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചു. അതിന്റെ ദുഃഖം മറയ്ക്കാനാണ് എല്ലാവരിൽ നിന്നും മാറി ദൂരെ ഒരിടത്ത് അവൻ താമസിച്ചത്. തന്റെ ബിസിനസ് നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചു. അവൻ വനത്തിനുള്ളിൽ വന്നിരുന്നു. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്റെ ഡ്രൈവറോട് വിളിച്ചു പറഞ്ഞിരുന്നു. അതിനുശേഷം അവന്റെ ജീവിതത്തിലേക്ക് മായ കടന്നു വന്നു. അവളുമായി വിവാഹവും കഴിഞ്ഞു. എപ്പോഴും ദുഃഖം മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്ന മായയുടെ ജീവിതം മാറിമറിഞ്ഞു. മായ ഇപ്പോൾ ധനികയായ ഒരു സ്ത്രീയാണ്. മായയുടെ ജീവിതം വളരെ സന്തോഷമായി മുന്നോട്ടു പോകുന്നു. മായയുടെ രണ്ടാനമ്മയും സഹോദരിയും അവളെ ഒരുപാട് ദ്രോഹിച്ചിരുന്നു. അത് കണ്ട് ഭഗവാൻ അവൾക്ക് നല്ലൊരു ജീവിതം നൽകി. അങ്കിതന്ന് രോഹിണിയെ കല്യാണം കഴിക്കാതെ വേറെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. മണ്ഡപത്തിൽ കല്യാണം മുടങ്ങിയതുകൊണ്ട് രണ്ടാനമ്മയും സഹോദരിയും വളരെ വിഷമിച്ചു. രോഹിണിയുടെ മനസ്സ് മാറി. ഭഗവാൻ നമുക്ക് നല്ലത് ചെയ്തു. നമ്മളുടെ ദുഷ്ടചിന്തകളെല്ലാം മുടക്കിക്കളഞ്ഞു. നല്ല മനസ്സുള്ള എന്റെ ചേച്ചിയുടെ ജീവിതം മാറി മറിഞ്ഞു. ഇക്കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. രോഹിണി വിഷമത്തോടെ ചേച്ചിയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മായ തന്റെ സഹോദരിയെ കൈവിട്ടില്ല. അവളുടെ അടുത്തു പോയി അവൾക്ക് ധൈര്യം പകർന്നു. അവളുടെ പഠിപ്പിനനുസരിച്ച് അവരുടെ ഫാക്ടറിയിൽ അവൾക്ക് ജോലി കൊടുത്തു. ചേച്ചിയുടെ നല്ല മനസ്സ് മനസ്സിലാക്കിയ രോഹിണി അവളോട് മാപ്പപേക്ഷിച്ചു. ജോലിയിൽ പ്രവേശിച്ചു. രോഹിണിയുടെ ജീവിതവും നല്ല രീതിയിൽ നടന്നു പോകുന്നു. രണ്ടു സഹോദരിമാരും നല്ലപോലെ സുഖമായി ജീവിച്ചു പോന്നു. അത് കണ്ട് അച്ഛനും രണ്ടാനമ്മയും വളരെ സന്തോഷത്തിലായി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.